ഹലോ, ഞാൻ ലിപിൻലി. അപ്പൊ ഞാൻ ഇന്ന് ഒരു സിനിമ കണ്ടു, സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ. അതായത് അഭിലാഷ് പിള്ള എഴുതി, അതേപോലെ തന്നെ വിഷ്ണു ശശി തങ്കർ എന്ന് പറഞ്ഞ ഒരാൾ ഡയറക്ട് ചെയ്ത സിനിമ. പിന്നെ പടത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അർജുന അശോകൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ബാലു വർഗീസും രണ്ടുപേരും മെയിൻ റോളായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്നും കൂടിയും രണ്ടുപേരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ കൂടാണ്ട് പടത്തിൽ ഭയങ്കര വലിയൊരു സ്റ്റാർ കാസ്റ്റിംഗ് ഉണ്ട്. അതായത് മെയിൻ എന്ന് പറഞ്ഞാണെങ്കിൽ സൈജി കുറുപ്പൊക്കെ ക്ലൈമാക്സിൽ വന്നാണ്. പുള്ളിയൊക്കെ ഗംഭീര ക്ലൈമാക്സ് അല്ല, പടം തുടങ്ങുമ്പോൾ തന്നെ ഉണ്ട് ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് എന്നൊക്കെ പുള്ളിയാണ്. പിന്നെ പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, പുള്ളിക്കാരൻ ഇതിലൊരു സ്വാമിയുടെ വേഷമാണ് ചെയ്തേക്കണത്. അപ്പൊ അതായതുകൊണ്ട് സീരിയസ് ആവുന്നിടത്ത് സീരിയസ് ആയിട്ടും മറ്റേ കോമഡി ചെയ്യുന്നിടത്ത് കോമഡി ചെയ്തിട്ടും പുള്ളി ചെയ്തിട്ടുണ്ട്. ഒക്കെ നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഗോകുൽ സുരേഷ് നല്ല രസമായിട്ട് പുള്ളി അതിലൊരു പട്ടാളക്കാരന്റെ റോളാണ്. പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിട്ടാ പറയാ, പിന്നെ ശിവദ നായർ, അതാണ് നായിക. അത് സെർച്ച് ചെയ്ത് നോക്കാം അപ്പൊ കാണാം. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു ഹൊറർ കോമഡി എന്റർടൈൻമെന്റ്, അങ്ങനെയാണ് ഒരു ഫുള്ളി ഹൊറർ കോമഡി എന്റർടൈൻമെന്റ്. അത് മസ്റ്റ് ആയിട്ട് തിയേറ്റർ വാച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അതിന്റെ സൗണ്ടും എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ലേ. മെയിൻ കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ ഈ പടത്തിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഈ പണ്ട് നമ്മൾ കേട്ട മുത്തശ്ശി കഥ എന്ന് പറയും, അതേ സുമതി വളവ്. എനിക്ക് ആ സ്ഥലത്തിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ സുമതി വളവിൽ ഇങ്ങനെ പ്രേതം ഉണ്ടെന്നോ അങ്ങനെയൊക്കെയാണ് പടത്തിനെ വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നല്ല രസമായിട്ട്, പിന്നെ അതിന്റെ ക്യാമറ വർക്കൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ വേറെ ഒന്നും ഇതിൽ പറയാനില്ല. അതായത് ഒരു തിയേറ്റർ വാച്ചബിൾ എന്ന് പറയും, മസ്റ്റ് വാച്ചബിൾ എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത് പടത്തിൽ എന്ന് പറഞ്ഞാൽ. സാഹിത്യ കുറിപ്പ് പുള്ളിക്കാരൻ ഒരു പോലീസുകാരനായിട്ടാണ്, ഒരു ചെക്ക് പോസ്റ്റിലെ ഒരു പോലീസുകാരനായിട്ടാണ്. പുള്ളിക്കാരനാണ് കഥയുടെ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് ക്ലൈമാക്സ് ആകുമ്പോൾ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് പുള്ളിക്കാരനാണ്. പിന്നെ അതേപോലെ തന്നെ ബാലു വർഗീസ് ഈ അർജുന അശോകന്റെ കൂടെ എപ്പോഴും നടക്കണ ഒരു കൂട്ടുകാരൻ, ആ രീതിയിലാണ് അവരൊന്നിച്ച് ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ഈ പടത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റേ അഭിലാഷ് പിള്ള എഴുതി മുമ്പത്തെ പടം മറ്റേ മാളികപ്പുറം ടീമിലെ കുറച്ച് പേര് ഞാൻ ഈ പടത്തിൽ കണ്ടു. കാര്യം എന്ന് പറഞ്ഞാൽ ആ മാളികപ്പുറത്തിലെ ആ കൊച്ചുങ്ങളില്ലേ, അവർ രണ്ടുപേരും ഈ പടത്തിലുണ്ട്. പിന്നെ ഈ പടത്തിലുണ്ട്. അതായത് ഒട്ടും ഒരു ബോറടിക്കാത്ത രീതിയിലുള്ള പടമാണ് സുമതി വളവ് എന്ന് പറഞ്ഞ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. അതായത് നമ്മള് ആകാംക്ഷയില്ലേ, ഇവിടെ ഇനി അടുത്ത് വരുന്ന ആ ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ആ പടത്തില്. അത് തന്നെയാണ് ആ പടത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ പറയുകയാണെങ്കിൽ മലയാളത്തിലെ ഭാമയില്ലേ, ഭാമേനെ ഒരു തിരിച്ചുവരവ് പോലെ ഇതിൽ വരുന്നുണ്ട്. അതായത് ക്ലൈമാക്സ് ആകുമ്പോ ഭാമ ഇതിൽ എൻട്രി ആവുന്നുണ്ട്. അപ്പൊ കുറെ നാൾക്ക് ശേഷം ഭാമയുടെ ഒരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും പടം മസ്റ്റ് വാച്ചബിൾ. അതായത് പോകുമ്പോ എന്തായാലും ഒരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ കാണണമെങ്കിൽ നമുക്ക് ആ സൗണ്ടിന്റെ എഫക്റ്റ് ഒക്കെ കിട്ടില്ലായിട്ട് കിട്ടും. അതും ഒരു സെൻട്രൽ സീറ്റ് ചൂസ് ചെയ്യാനില്ല, പിന്നെ സ്വർഗമാണ് പടം. കാരണം ഒന്നും പറയാനില്ല, സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ഈ പടത്തിലുണ്ട്. കാരണം കുറച്ച് ഇപ്പൊ മറ്റേ പ്രേതപടങ്ങളൊക്കെ നമ്മൾ കാണാറില്ലേ, കുറച്ച് പ്രേതപടം എന്നല്ല ഇതിനെ പറയണേ. ഇതൊരു ഒരു സാങ്കല്പികം. അതായത് അമ്മൂമ്മ കഥകളിലെ മുത്തശ്ശി കഥകളില് ഒരു കഥ നല്ല കോമഡിയൊക്കെ രീതിയിൽ നിറഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു പടം, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എന്തായാലും കാണേണ്ടവർക്കൊക്കെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, പൈസ മുതലാവും. കാരണം നഷ്ടം വരില്ല. നഷ്ടം വരില്ല. ഒരു തരം ലാഗോ ഒന്നും ഇല്ലാത്തൊരു പടം. പിന്നെ ഈ പടത്തിൽ 2-3 പാട്ടുകളുണ്ട്, നല്ല പാട്ടുകളുണ്ട്. അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കേൾക്കുമ്പോൾ തന്നെ ആ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൂടി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗംഭീരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ പടത്തിന്റെ BGM അതാണ് ഞാൻ പറഞ്ഞ സൗണ്ട് സ്കോറൊക്കെ കിട്ടുന്നതാണ്. അത് ക്ലൈമാക്സിലൊക്കെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതൊക്കെ ആ സൗണ്ട് എഫക്റ്റിൽ തന്നെ കേൾക്കുമ്പോ ഉണ്ടല്ല, നമ്മുടെ എന്താ പറയുക, ഇപ്പൊ നല്ല കിടിലിനെ എഫക്റ്റ് ആയിട്ട് കിട്ടും. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇതില് അഭിനയിച്ച എല്ലാവരും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്.